ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, സേ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ കാണുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ കൊടുക്കുക മക്കളെ. മാക്സിമം കുറച്ച് സമയം കൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുക. അതോടൊപ്പം +2 മാത്സിൻ്റെ സേ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ചിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ കാണുക. എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് 2 ദിവസങ്ങളായിട്ട് കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. കാരണം എക്സാം അടുക്കുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ടെൻഷൻ കൂടും, പഠിച്ചൊന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തും. ഓക്കെ, എനിക്ക് മെസ്സേജ് അയച്ച കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാച്ചിൻ്റെ കാര്യം ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 ദിവസമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന കുട്ടികൾക്ക് ഞാൻ റിപ്ലൈ അങ്ങനെ കൊടുക്കണില്ല. അവർക്ക് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല. വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്നത് അത് ഞാൻ പറയാം. യൂട്യൂബിൽ വീഡിയോ ചെയ്യാമെന്നാണ് പറയുന്നത്. സോ ആ വീഡിയോയും കൂടിയാണ് ഇത്. അപ്പോൾ എനിക്ക് സേ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട്, അത് മാത്സിൻ്റെ സേ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, മക്കളെ +2 സേ മാത്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? ഇനിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ, ഇത് മാത്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെങ്കിലും പഠിച്ചു തുടങ്ങിയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മാത്സ് ഞാൻ കുറച്ചുകൂടെ പുഷ് ചെയ്ത് പറയും. അതെൻ്റെ സബ്ജക്റ്റായിട്ട് അതിനകത്ത് കുറച്ചുകൂടെ പുഷ് ചെയ്ത് അതിൻ്റെ ഡേ ഒക്കെ ഞാൻ കറക്റ്റായിട്ട് അടുക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. മക്കളെ, ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, പഠിച്ചു തുടങ്ങിയോ? പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ എടാ മക്കളെ, നമുക്കിനി തീർക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ ഇപ്പം നമ്മുടെ എക്സാമിൻ്റെ അടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ദിവസങ്ങൾ, നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ നഷ്ടമായിട്ടുണ്ട് അല്ലേ? ആ എത്ര ദിവസങ്ങൾ നിങ്ങൾ നഷ്ടമായിട്ട് നിങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ് മക്കളെ. റിസൾട്ട് വന്നത് മെയ് 22-ാം തീയതിയാണ് അല്ലേ? അത് കഴിഞ്ഞ് 23, 24, 25, 26, 27, 28, 29, 30, 31. അങ്ങനെ മെയ് എന്ന് പറയുന്ന ആ ദിവസം, ആ മാസം അങ്ങനെ കംപ്ലീറ്റ് ആയി. ഓക്കെ, അതിനുശേഷം ജൂൺ സ്റ്റാർട്ട് ചെയ്തു. ജൂണിൽ 1, 2, 3, 4, 5, 6, ഇന്ന് 7-ാം ദിവസമാണ്. സോ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി. അതായത് ഏകദേശം 16 ദിവസങ്ങൾ നിങ്ങളിപ്പം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് നഷ്ടമായത് 16 ദിവസങ്ങളാണ്. ഏകദേശം 1 വർഷം എടുത്ത് പഠിച്ച സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന ആകപ്പാടെ ഒരു 30 ദിവസമായിരുന്നു. അതിൻ്റെ അകത്തെ പകുതി ദിവസങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി അല്ലേ? 16 ദിവസം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ ഈ ദിവസങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? അതോ പഠിച്ച് ഏകദേശം കംപ്ലീറ്റ് ആകാറായോ? എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇത് മാത്രം. സ്വയം നിങ്ങൾ ചിന്തിച്ച് നോക്കണം മക്കളെ. നിങ്ങൾ ഈ നഷ്ടപ്പെടുത്തിയ 16 ദിവസങ്ങൾ നിങ്ങൾക്ക് ഇനി തിരിച്ച് കിട്ടത്തില്ല നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഇത് ഞാൻ നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ നിങ്ങൾ കുറച്ചെങ്കിലും ഇനി ടെൻഷൻ അടിക്കണം. ഈ നഷ്ടപ്പെടുത്തിയ 16 ദിവസങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത്, വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്ത് പഠിക്കാനുള്ള 16 ദിവസങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി. പക്ഷേ എങ്കിലും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന മക്കളെ, ഇനി നമ്മുടെ മുന്നിലുള്ള ദിവസം, ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയെങ്കിൽ എങ്കിലും ഇനിയുള്ള നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നഷ്ടപ്പെടുത്തിയ 16 ദിവസങ്ങൾ പോയി, ഇനിയിപ്പോൾ നമുക്ക് വേറെ വഴിയില്ല. പക്ഷേ എങ്കിലും ഞാൻ നിങ്ങൾക്ക് പറയാൻ, നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ ജൂണിൽ ഇനി 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഞാൻ മാത്സിൻ്റെ ഡേ ആണ് കൂട്ടിയിരിക്കുന്നത് കേട്ടോ. മാത്സ് എക്സാം എഴുതാൻ പോകുന്നത് 25-ാം തീയതിയാണ്. സോ 21, 22, 21, 24, അങ്ങനെ 17 ദിവസങ്ങൾ. 25-ാം തീയതിയാണ് മാത്സ് എക്സാം. സോ 24-ാം തീയതി വരെ ടോട്ടൽ 17 ദിവസങ്ങളുണ്ട്. ആ 17 ദിവസങ്ങൾ നഷ്ടപ്പെടുത്തിയത് 16 ദിവസങ്ങളാണെങ്കിൽ മുന്നിലുള്ളത് 17 ദിവസങ്ങളാണ്. ഈ 17 ദിവസങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ ജയിക്കുമോ? അതാണ് നിങ്ങളുടെ മുന്നിലുള്ള ഇപ്പോൾ ഉള്ള ചോദ്യം. തീർച്ചയായും മക്കളെ, 17 ദിവസമൊന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഈ 16 ദിവസം കൊണ്ട് എൻ്റെ ബാച്ചിലെ, ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിലെ കുട്ടികൾ ഏകദേശം 30-ലധികം മാർക്കിൽ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഞാൻ പറയാൻ പോകുന്ന ഏകദേശം മെട്രിക്സ്, ഡിറ്റർമിനൻ്റ്, LPP, വെക്റ്റർ, 3D, ഏകദേശം 5 ചാപ്റ്ററിൽ നിന്ന് തന്നെ 30 മാർക്കിൻ്റെ അടുത്ത് പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ട ചിലപ്പോൾ 18 മാർക്കായിരിക്കാം, 12 മാർക്കായിരിക്കാം, 10 മാർക്കായിരിക്കാം, ചിലപ്പോൾ 30 മാർക്കായിരിക്കാം, 36 മാർക്കായിരിക്കാം. എന്താണെങ്കിലും അതിനുള്ളത് പഠിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പം ഞാൻ പറയുന്നത്, എൻ്റെ ഈ ഒരു മക്കളെ വെച്ച് ഞാൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ മക്കളെ, 16 ദിവസങ്ങൾ ഞാൻ പഠിപ്പിച്ച് അത്രയും എൻ്റെ ഒപ്പം തന്നെ പഠിച്ചു വരുന്ന കുട്ടികളുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അവർക്ക് എത്രത്തോളം ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു നിങ്ങൾ ഓർക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായ ദിവസങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ കൂട്ടുകാർ ഉപയോഗപ്പെടുത്തി. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള ഈ ദിവസങ്ങൾ, 17 ദിവസങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഇനി ഒരു 360 ദിവസം, ഏകദേശം ഒരു 360, ഞാൻ ഒരു വർഷത്തെ കണക്കാണ്, അല്ലെങ്കിൽ ഒരു 300 ദിവസത്തോളം ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്തിന്? നെക്സ്റ്റ് എക്സാമിന് വേണ്ടി.
ഈ 17 ദിവസങ്ങൾ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ അടുത്ത വർഷം വരെ നിങ്ങൾ എക്സാമിന് വെയിറ്റ് ചെയ്യണം. എത്രത്തോളം ദിവസങ്ങൾ നമ്മുടെ നഷ്ടമാകുമെന്ന് ഓർത്തോണം. അപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ 17 ദിവസങ്ങൾ മക്കളെ നന്നായിട്ട് കഷ്ടപ്പെടുക. നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാം. ഓക്കെ. അപ്പോൾ ഈ സേ എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമ്മുടെ മാത്സിൻ്റെ ബാച്ചിൻ്റെ കാര്യം കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മക്കളെ, പുതിയ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയുവാണ്. മക്കളെ, ഇനിയിപ്പോൾ വെറും 17 ദിവസം മാത്രമേ ഉള്ളൂ എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. വെറും 17 ദിവസമേ ഉള്ളേ. പഠിച്ച് തീർത്തിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ. നല്ല കിടിലനായിട്ട് പഠിച്ച് തീർക്കാനുള്ള ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട. ഒന്ന് ഓർമ്മപ്പെടുത്തിയത് മാത്രം കേട്ടോ. തിരിച്ച് കിട്ടത്തില്ല കേട്ടോ മക്കളെ. അപ്പോൾ ഓക്കെ, നമ്മുടെ മാത്സിൻ്റെ പുതിയൊരു ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. റാപ്പിഡ് സേ ബാച്ച്. റാപ്പിഡ് റിവിഷൻ നമ്മളിപ്പോൾ ഓൾറെഡി യൂട്യൂബിൽ തുടങ്ങിയിട്ടുണ്ട്. സോ അതേപോലെ തന്നെ റാപ്പിഡ് സേ ബാച്ച്. അപ്പോൾ റാപ്പിഡ് സേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് 8/6/2025 മുതൽ. അതായത് ഇന്ന് 7-ാം തീയതിയാണ്. നാളെ 8-ാം തീയതി തൊട്ട് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ. അപ്പോൾ മക്കളെ, ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ബാക്കി ഞാൻ പറയുവാണ്. നിങ്ങൾക്ക് വെറും 999 രൂപ മാത്രമേ ഉള്ളൂ ബാച്ചിൽ. ഇതെന്തുകൊണ്ടാണ് ഈ പൈസ വാങ്ങിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, മക്കളെ, ബാച്ചിൽ കുട്ടികളെ ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എൻ്റെ ബാച്ചിലെ മക്കൾക്കറിയാം. നിങ്ങളെ പേഴ്സണലായിട്ട് നിങ്ങളുടെ മെസ്സേജിന് ഡൗട്ടും ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഒരു വലിയൊരു പ്രോസസ്സാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഒരു ഫീസ് മേടിച്ച് ഫീസ് ഈടാക്കിയിട്ട് ഞാൻ പഠിപ്പിക്കുന്നത്. യൂട്യൂബിൽ ക്ലാസ് ഇടുമ്പോൾ അതിൻ്റെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്ന പോലെയല്ല ഈ കാര്യം. കുറച്ച് കഷ്ടപ്പാടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ 999 എന്ന് പറയുന്ന ഓഫറാണ്. നേരത്തെ 1499 ആയിരുന്നു. അതിൽ നിന്നും ഏകദേശം 500 രൂപ കുറച്ചിട്ടുണ്ട്. 999 മാത്രമാണ്. കാരണം ദിവസം കുറഞ്ഞുകൊണ്ട് പൈസയും കുറച്ചു. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ 8118445556 എന്ന് പറയുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ റാപ്പിഡ് സേ എന്ന് ഒരു മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നൽകാം. ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും, എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകാം. എങ്ങനെ ജോയിൻ ചെയ്യണം, ഞാൻ മെസ്സേജ് റിപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ പൈസ പേ ചെയ്താൽ മതി. ഓക്കെ. ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ഞാൻ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് നൽകാം. ഓക്കെ. അപ്പോൾ മക്കളെ, നിങ്ങളോട് പറയാനുള്ള, നിങ്ങളിപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ വിജയിക്കുമോ? നിങ്ങളിപ്പോൾ 0 ലെവലിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലേ? 0 ലെവലിലാണെങ്കിൽ പോലും മക്കളെ, കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കാനുള്ള ദിവസങ്ങൾ മുന്നിലുണ്ട്. സോ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കാനുള്ള അവസരമാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് സേ ബാച്ചാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണെന്ന് ഞാൻ വീണ്ടും പറയുന്നു കേട്ടോ. ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷവും ചാൻസ് ഉണ്ട്, അതിൻ്റെ അടുത്ത വർഷമൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഇത് പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എഴുതിയ എക്സാം പോലെ തന്നെയായിരിക്കും നമ്മുടെ ഈ സേ എക്സാം. അതുകൊണ്ട് കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കാനുള്ള ലാസ്റ്റ് ബാച്ചും ലാസ്റ്റ് ചാൻസും ആണെന്ന് ഞാൻ പറയുന്നു. ഈ ചാൻസിൽ തന്നെ ഏകദേശം എല്ലാ കുട്ടികളും എഴുതിയെടുക്കണം മക്കളെ. എടാ, നമ്മുടെ മാത്സിൻ്റെ എക്സാമിൽ ഏകദേശം 10% കുട്ടികളാണ് തോറ്റത്. എന്ന് പറയുമ്പോൾ ഏകദേശം 30,000 അല്ലെങ്കിൽ 35,000 കുട്ടികൾ കേരളത്തിൽ മാത്സിന് തോറ്റു ഈ വർഷം. ഈ വർഷം മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേപോലെ തോറ്റു. അങ്ങനെ തോറ്റ കുട്ടികളിങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഇവരൊക്കെ എവിടെയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ മക്കൾ, ഇവരെല്ലാവരിലേക്കും നമ്മുടെ ഈ വീഡിയോ എത്തിക്കണം. ഇത്രയും കുട്ടികൾ തോറ്റിട്ടുണ്ടെങ്കിൽ ഇവരെവിടെയാണ്? ഇവർ പഠിക്കുന്നുണ്ടോ? എനിക്കറിയാമല്ലോ നിങ്ങൾ എവിടെയാണ് മക്കളെ. നിങ്ങൾ എവിടെയാണെങ്കിലും മക്കളെ ഇങ്ങ് വരിക. നമുക്ക് ജയിക്കാൻ പറ്റും. 100% ഉറപ്പാണ്. നിങ്ങളെ ജയിപ്പിച്ചിരിക്കും. അതെൻ്റെ ഉറപ്പാണ്. എൻ്റെ കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പത്തെ വർഷത്തെ ഒക്കെ കുട്ടികൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്. അതേപോലെ ഈ വർഷത്തെ എൻ്റെ മക്കളെ നിങ്ങൾ പറയണം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നോ? കാരണം നിങ്ങൾ പറയുന്ന പോലെ ഇരിക്കും ഇനിയുള്ള കുട്ടികൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ മാത്സ് പഠിക്കണം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എൻ്റെ ക്ലാസ് മോശമാണ്, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യരുതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പറയാം. ഓക്കെ. എന്താണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് എന്താണെന്നുള്ള സത്യസന്ധമായ ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു മാസം നന്നായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ടാ, നന്നായിട്ട്. അത് എൻ്റെ മക്കൾക്കറിയാം, ബാച്ചിലുള്ള കുട്ടികൾക്കറിയാം എത്രത്തോളം ഞാൻ എഫേർട്ട് ഇടുന്നത്. രാത്രി 12 മണി അല്ലെങ്കിൽ രാത്രി 1 മണി, ചിലപ്പോൾ 10, 10:30 ഒക്കെ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. റിപ്ലൈ എന്ന് വെച്ചാൽ നമ്മുടെ ഡൗട്ട് ക്ലിയറിങ് രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങളുടെ കൂടെയാണ് ഇരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് വാട്സാപ്പിൽ കുറച്ച് മെസ്സേജ് വരുമ്പോൾ എത്രത്തോളം സമയം നിങ്ങൾ അതിനു വേണ്ടി എടുത്താലാണ് മെസ്സേജിന് റിപ്ലൈ കൊടുത്ത് വരുന്നത് അല്ലേ? അതേപോലെ ഇത്രയും കുട്ടികൾ എനിക്ക് മെസ്സേജിൽ ഡൗട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെ അവർക്ക് റിപ്ലൈ കൊടുത്ത് തീരുന്നത് എനിക്ക് പോലും അറിയാമേ. എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ ടീച്ചിങ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് മാക്സിമം ഇൻവോൾവ് ചെയ്യുന്നു. വേറെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് പല ബാച്ചുകളും മുന്നോട്ട് നീങ്ങുന്നു പോലുമില്ല. അതേപോലെ ഓഫ്ലൈൻ ബാച്ചുകളും ഞാൻ പറഞ്ഞ എല്ലാം കൂടെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ സെൻറ്ററിൽ തന്നെയാണ്. രാവിലെ വന്നാൽ രാത്രി വരെ സെൻറ്ററിൽ തന്നെയാണ്. ഓക്കെ. വീട്ടിൽ പോകുന്ന വളരെ കുറച്ച് സമയം മാത്രമാണ്. അത്രയും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുവാണ് മക്കളെ.
അതുകൊണ്ട് ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എല്ലാ മക്കളും ജയിക്കുക, നിങ്ങളെ ജയിപ്പിച്ചിരിക്കും. മാക്സിമം എഫേർട്ട് ഞാനും എടുക്കുന്നുണ്ട്, മാക്സിമം എഫേർട്ട് നിങ്ങളും എടുക്കുക. നമുക്ക് ഒരുമിച്ച് ഈ വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ജയിച്ച് പോവാം. ഓക്കെ. ഇനിയിപ്പോൾ ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ? ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. മക്കളെ, നമ്മുടെ ആപ്പ് വഴിയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. പൈറേറ്റ്സ് ലേണിംഗ് ആപ്പ് ഉണ്ട്. അത് പ്ലേ സ്റ്റോറിലും ആൻഡ്രോയിഡിലും ലഭ്യമാണ്. സോ ആ ആപ്പിലൂടെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. റെക്കോർഡ് ക്ലാസ് ആയിരിക്കും, ലൈവ് ക്ലാസ്സുകളില്ല. ലൈവ് ക്ലാസ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ലൈവ് ക്ലാസ് ഇങ്ങനെ വളരെ കുറേ നേരം ക്ലാസ് എടുത്തിട്ട് ഡൗട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കും. അത് വീണ്ടും കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 മണിക്കൂറൊക്കെ ലൈവ് കാണുക എന്ന് പറഞ്ഞാൽ കുറേ ബോറടിക്കും. ചിലപ്പോൾ ഡൗട്ട് നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരാൻ ചിലപ്പോൾ പറ്റാതെ വരും. കാരണം കുട്ടികൾ ഒരുമിച്ച് ഡൗട്ട് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വരാം. അത് കുട്ടികളാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ 0 ലെവലിൽ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഈ 2ൽ നിന്ന് 4 കുറച്ചാൽ എങ്ങനെ ആൻസർ വരുമെന്ന് പോലും അറിയാൻ വയ്യാത്ത ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. ഞാൻ നിങ്ങളെ താഴ്ത്തി പറയുന്നതല്ല, അങ്ങനെയുള്ള കുട്ടികൾ വരെ ഉണ്ട്. അതുവരെ ഞാൻ ബേസിക് ലെവലിൽ പറഞ്ഞ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, വീണ്ടും കാണാനുള്ള അവസരമുണ്ട് അവിടെ. റെക്കോർഡ് ക്ലാസ്സിൻ്റെ ഗുണം നിങ്ങൾക്കറിയാമല്ലോ. യൂട്യൂബിൽ നിങ്ങൾ എങ്ങനെ ക്ലാസ് കണ്ട് പഠിക്കുന്നത്, അതേപോലെയാണ് നമ്മുടെ ആപ്പിലും ക്ലാസ്സുകൾ വീണ്ടും ക്ലാസ് കണ്ട് പഠിക്കാം. ഇനി അതേപോലെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മക്കൾ ഡൗട്ട് ക്ലിയറിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ മക്കളെ, നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ്, എനിക്ക് കുട്ടികൾ ചെയ്യാറുള്ള ഇങ്ങനെയാണ്, ക്ലാസ് നോട്ട് എഴുതിയെടുക്കാൻ ഞാൻ നിർബന്ധമായിട്ട് എല്ലാവരോടും പറയാറുണ്ട്. നോട്ട് എഴുതി പഠിക്കാനും പറയാറുണ്ട്. ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. മക്കളെ, ഇടയ്ക്കത്തെ മെസ്സേജ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും. മക്കളെ, ഇപ്പം മഴയൊക്കെ ഉണ്ട്, എഴുന്നേറ്റിരിക്കടാ, പഠിക്കടാ, സമയം കളയരുത്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മെസ്സേജ് അയക്കും. അതിന് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പായിട്ടൊന്നും നിങ്ങൾ ആഡ് ചെയ്യത്തൊന്നുമില്ല. നിങ്ങൾക്ക് ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കും വാട്സപ്പിൽ. അതിനകത്തേക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഒരുമിച്ച് മെസ്സേജ് വരും. ഇൻഡിവിജ്വലായിട്ട് മെസ്സേജ് വരും. വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ വരും ക്ലാസ് ആഡ് ചെയ്യണ സമയത്ത്. ഓക്കെ. ആ സമയത്ത് നിങ്ങൾ ക്ലാസ് കയറി കാണുക. ഒപ്പത്തിനൊപ്പം പഠിച്ചു പോയാൽ നിങ്ങൾ നല്ല കിടിലനായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അതേപോലെ വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തരും. അത് ഞാൻ നമ്മുടെ ആപ്പിനകത്ത് തന്നെ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അതിനകത്ത് ഞാൻ ആൻസർ ആഡ് ചെയ്യും. നിങ്ങൾക്ക് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ചെക്ക് ചെയ്തിട്ട് ആൻസർ തെറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെ ഈ സാറിന് കിട്ടിയ ഉത്തരവായിട്ട് എനിക്ക് മാച്ച് ആവുന്നില്ലല്ലോ, അതെങ്ങനെ കിട്ടിയെന്ന് ചോദിക്കണമെങ്കിൽ ഉടനെ ആ നോട്ട് എനിക്ക് വാട്സപ്പ് ചെയ്തിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയക്കുക നിങ്ങൾ. സാറേ, ഇതെങ്ങനെ വന്നു? ഞാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ തരുന്നത്. എൻ്റെ വോയിസിലൂടെ തന്നെ ചിലപ്പോൾ റിപ്ലൈ തരും, ചിലപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം അപ്പോഴും വ്യക്തമായിട്ട് മനസ്സിലാക്കി പോയി. ഞാനിത് വെറുതെ പറയുന്നതല്ല. അങ്ങനെ വെറുതെ പറയുവാണെങ്കിൽ മക്കളെ, എൻ്റെ ഇപ്പോഴത്തെ ബാച്ചിലെ കുട്ടികൾ പറയുക, ഞാൻ പറയുന്നത് കള്ളമാണ്. ഇനി ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടാണെങ്കിൽ അതും പറയുക. ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി സമയം കളയണമെന്ന് എൻ്റെ മക്കൾക്കറിയാം. ഞാനിപ്പോൾ യൂട്യൂബിൽ വളരെ കുറച്ച് സമയമായിരിക്കും വീഡിയോ ഇടുന്നതെങ്കിൽ പോലും നമ്മുടെ ബാച്ചിൽ എത്രത്തോളം സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലവിടുന്നതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ മക്കളെ, വളരെ ചുരുക്കം സമയം, 20 മിനിറ്റിൻ്റെ ഒരു ക്ലാസ്, അല്ലെങ്കിൽ 25 മിനിറ്റിൻ്റെ ഒരു ക്ലാസ്. 1 മണിക്കൂർ കൂടുതൽ ക്ലാസ് അങ്ങനെ ഇടാറില്ല ഞാൻ. ചില ക്ലാസ്സുകൾ ചിലപ്പോൾ 1 മണിക്കൂർ കൂടുതൽ പോകാം. പക്ഷേ ചില ക്ലാസ്സുകൾ ഒരു 2-3 ക്ലാസ്, ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്ലാസ്സുകൾ മാത്രം കുറച്ച് ലെങ്തി ആയിട്ട് പോകാം. അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. നമ്മുടെ ഈ പഴയ ബാച്ചിൽ അങ്ങോട്ടേക്ക് എത്തുന്നേ ഉള്ളൂ. ബാക്കി എല്ലാം 20-25 മിനിറ്റിനുള്ളിൽ ഒരു വീഡിയോ കണ്ടു തീർക്കാം. ഒരു 3-4 വീഡിയോയിനുള്ളിൽ നമ്മുടെ ക്ലാസ് തീരും. ഓർത്ത് വെക്കണം, എന്ത് രസമായിട്ട് പഠിക്കാമെന്ന് നിങ്ങൾ ഓർത്തോണം കേട്ടോ മക്കളെ. ഓക്കെ. PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യും, സമാധാനപ്പെടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ജയിച്ചു പോകാമെന്ന് ഞാൻ വീണ്ടും പറയാം കേട്ടോ മക്കളെ. പിന്നെ നിങ്ങളോട് പറയാനുള്ള മക്കളെ, യൂട്യൂബിൽ ക്ലാസ് ഇടുന്നില്ലേ സാറേ, ഞങ്ങൾ യൂട്യൂബിൽ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പൈസയില്ല, അപ്പോൾ യൂട്യൂബിൽ സാറ് ക്ലാസ് ഇടത്തില്ല എന്നൊക്കെ ചോദിച്ച് കുട്ടികൾ കമൻറ്റ് ചെയ്യാറുണ്ട്. മക്കളെ, ഞാൻ പറഞ്ഞില്ല, ഈ സമയത്തിന് ഇടയ്ക്ക് എനിക്ക് ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും യൂട്യൂബിൽ വന്ന് ക്ലാസ് ഇടും. അതേപോലെ നിങ്ങൾക്ക് എക്സാമിന് തലേദിവസം ലൈവ് വേണമെങ്കിൽ അത് നിങ്ങൾ പറയുക, ഞാൻ ലൈവ് ഇടാം. എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവ്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന കുട്ടികളിലേക്ക് ഞാൻ പഠിപ്പിക്കാനുള്ള സമയം ഇതിൻ്റെ ഇടയ്ക്ക് ഇല്ലാത്തതുകൊണ്ടാണ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവരെ ജയിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. ഏകദേശം 30,000-ഓളം കുട്ടികളെ ഇത്തവണ തോറ്റത്. അവരൊക്കെ എവിടെയാണെന്ന് എനിക്കറിയാൻ വയ്യ. ഓക്കെ. എന്തായാലും ഈ വീഡിയോ കാണുവാണെങ്കിൽ മക്കളെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. മാക്സിമം കുട്ടികളെ നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കുക. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങൾ യൂട്യൂബിൽ ക്ലാസ് ഇടും, ലൈവ് ക്ലാസ്സൊക്കെ വരും. മാക്സിമം കുട്ടികൾ ലൈവിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ലൈവ് ക്ലാസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളെ സമയം കളയാതെ, ഞാൻ വീണ്ടും പറയാണ്, വളരെ ചുരുക്കം കുട്ടികളെ മാത്രമേ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. കൂടുതൽ കുട്ടികൾ വന്നാൽ മക്കളെ എനിക്ക് കൂടുതൽ പ്രശ്നമാകും അല്ലേ? പഴയ ബാച്ചും പുതിയ ബാച്ചും എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഓർത്തോണം. പക്ഷേ എങ്കിലും ഞാൻ അതിനുവേണ്ടി തയ്യാറായിട്ടിരിക്കുവാണ്. അപ്പോൾ വളരെ ലിമിറ്റഡ് സീറ്റ്സാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ബാച്ച് ക്ലോസ് ചെയ്യും. പിന്നെ അയക്കുന്ന കുട്ടികൾക്ക് ഞാൻ മെസ്സേജ് ഞാൻ പറയും, റിപ്ലൈ ചെയ്ത് പറയും, മക്കളെ ബാച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്ക് സങ്കടം വരില്ല. അതുകൊണ്ട് പറയുവാണ്, പെട്ടെന്ന് ജോയിൻ ചെയ്താൽ പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. ഓക്കെ അല്ലേ? 2 ദിവസം 3 ദിവസം മുമ്പൊക്കെ മെസ്സേജിൽ സാറേ ബാച്ചിൽ ജോയിൻ ചെയ്യാമെന്ന് ചോദിക്കും. വളരെ താമസിച്ചു പോകും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ 17 ദിവസങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ നിർത്തുന്നു. ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.